നമസ്കാരം. ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായിട്ട് കിട്ടണ കപ്പങ്ങ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തൊരു ജാം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ പോകാൻ നമുക്ക് ഇത്തിരി താമസമായപ്പോൾ നോക്കി. ഇപ്പം നന്നായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് ജാം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇപ്പോൾ കപ്പങ്ങയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ധാരാളമായിട്ട് അറിയാലോ. കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ ഏത് രോഗത്തിനും കഴിക്കാൻ പറ്റണ ഒരു ഫലമാണ് പപ്പായ. പിന്നെ നമുക്ക് പപ്പായയുടെ അതിൽ ധാരാളം വിറ്റാമിൻ എയും സിയും B2 ഒക്കെ അടങ്ങിയിരിക്കണ കാരണം കൊണ്ട് ദഹന സംബന്ധമായിട്ടുള്ള ഡൈജഷൻ്റെ പ്രശ്നമുള്ളവർക്കും പിന്നെ അതൊക്കെ എല്ലാത്തിനും നല്ലൊരു ഇതാണ് കപ്പങ്ങ. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ കറി വെച്ചാലൊക്കെ ചിലപ്പോൾ ഇഷ്ടക്കുറവ് ആയിന്ന് വരും. അപ്പോൾ നമുക്ക് ആ പഴുത്ത കപ്പങ്ങയും കൊണ്ടൊരു ജാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്കോ ബ്രെഡിനൊക്കെ കൊടുക്കാനും അതൊക്കെ ധാരാളമായിട്ട് കുട്ടികൾ കഴിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത് പപ്പായയുടെ പൾപ്പ് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇത് മിക്സിയിൽ അടിക്കാം. ഇത് നന്നായിട്ട് പഴുത്തതാണ്, റെഡ് ലേഡിയാണിത്. അതുകൊണ്ട് പഞ്ചസാര നമ്മൾ കുറച്ച് ഉപയോഗിക്കണുള്ളൂ. അതിൽ കുറച്ച് ചെറുനാരങ്ങയും ഒഴിച്ചിട്ട് നമുക്ക് ജാം ഉണ്ടാക്കാം. നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമുക്ക് മിക്സിയിലൊന്ന് ഇത് അടിച്ചിട്ട് എടുക്കാം. ഇത് 2 മീഡിയം സൈസ് കപ്പങ്ങയുടെ പൾപ്പെടുത്തിട്ട് മിക്സിയിൽ അടിച്ച് അത് നല്ലോണം വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ഇടണം. നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് വെറുതെ വേസ്റ്റായി പോണ കപ്പങ്ങ എന്തെല്ലാം ഗുണങ്ങളാണെന്നറിയാമോ കപ്പങ്ങയിൽ അടങ്ങിയിരിക്കണേ. ഇത് എന്താ പറയുക, തമിഴ്നാട്ടിലും പിന്നെ ഗുജറാത്തിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്ത് വരണം. നമ്മുടെ നാട്ടിൽ ചുരുക്കം ചില ഇതിലുള്ളൂ. ഇതിൻ്റെ ഗുണം കേട്ട് ഇത് നന്നായിട്ട് പച്ച തുടങ്ങി പഴുത്തത് തുടങ്ങി എല്ലാം ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലോണം വെള്ളം വറ്റിയിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇടാനായിട്ട്. പപ്പായയിൽ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കൽ നിൽക്കും. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഒരു 200 ഗ്രാം ഞാൻ ഇടണുള്ളൂ. എന്ന് വെച്ചാൽ കപ്പങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അത് കാരണം ഒരു 200 ഗ്രാം പഞ്ചസാര ഇതിൽ ചേർക്കാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി അതിലെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിക്കണം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ നീരൊഴിക്കാം. കൂടുതൽ സ്വാദും ഗുണവും ഉണ്ടാവും ചെറുനാരങ്ങ നീരൊഴിച്ചാൽ. കേടുവരാതിരിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അത് നല്ലോണം ഒന്ന് വരണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാം. നമ്മുടെ പപ്പായ ജാം റെഡിയായി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് പപ്പായ 2 പപ്പായയുടെ കേട്ടോ. അത് നമുക്ക് പാത്രത്തിലിടുമ്പോൾ നന്നായിട്ടുണ്ടാവും. വരണ്ട് വരുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കടയിൽ നിന്ന് പ്രിസർവേറ്റീവ്സ് ചേർക്കണ ജാം മേടിക്കുന്നേക്കാളും നമ്മുടെ വീട്ടിലുള്ള പപ്പായ നശിപ്പിച്ച് കളയാണ്ട് ഇങ്ങനെ കുറച്ച് പാടുപെട്ടാൽ മതി. നല്ല കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ജാമാണിത്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് എയർ ടൈറ്റായ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് കഴിക്കണ ഒരു ജാമാണിത്. അപ്പോൾ നമ്മുടെ പപ്പായ
ജാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ചാനൽ കാണാത്തവർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.